റഡാർ സ്ക്രീനിൽ പൊട്ടി വീഴുന്ന ആ ചെറിയ ചുവന്ന ബിന്ദുക്കൾ ശത്രുവിൻ്റെ മിസൈലുകൾ നമ്മുടെ അതിർത്തി ലക്ഷ്യമാക്കി കുതിക്കുകയാണ്. എന്നാൽ ഒരൊറ്റ സെൻസർ പോലും പിഴയ്ക്കാതെ നമ്മുടെ വ്യോമസേനയുടെ ആകാശക്കോട്ടകൾ അതിർത്തിയിൽ തീ തുപ്പാൻ തയ്യാറായി കഴിഞ്ഞു. അതെ, ആകാശത്തിൻ്റെ പരമാധികാരം ഇനി ആരുടെ കൈകളിലാണ് എന്ന് ശത്രു രാജ്യങ്ങൾ വിറയലോടെ തിരിച്ചറിയാൻ പോകുന്ന ആ നിർണായക നിമിഷം ഇതാ വന്നെത്തിയിരിക്കുന്നു. ഫ്രാൻസിന്റെ മണ്ണിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ആകാശത്തിന്റെ കാവൽക്കാരായ റഫേൽ യുദ്ധവിമാനങ്ങൾ ഇനി വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുകയല്ല, മറിച്ച് നമ്മുടെ സ്വന്തം ഭാരത മണ്ണിൽ തീർത്തെടുക്കാൻ പോവുകയാണ്. ഈ ഒരൊറ്റ വാർത്ത കേട്ട് ഇന്ന് ശത്രു ഭരണാധികാരികളുടെ ഉറക്കം പൂർണ്ണമായും കെട്ടിരിക്കുന്നു. 3.5 ലക്ഷം കോടി രൂപയുടെ ഈ മെഗാ കരാർ കേവലം ഒരു ആയുധ വാങ്ങലല്ല, മറിച്ച് ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഇന്ത്യ നടത്തുന്ന ഏറ്റവും വലിയ മാസ്റ്റർ സ്ട്രോക്കാണ്. ലോകം മുഴുവൻ വിറയലോടെയും അടിയുറച്ച ആദരവോടെയും മാത്രം നോക്കിക്കാണുന്ന ഈ പ്രതിരോധ പദ്ധതിയുടെ വ്യാപ്തി കേവലം വാക്കുകൾക്ക് അതീതമാണ്. നമ്മുടെ വ്യോമസേനയുടെയും നാവികസേനയുടെയും ആകാശക്കരുത്ത് അക്ഷരാർത്ഥത്തിൽ ഇരട്ടിയാക്കുന്ന 114 റഫേൽ മൾട്ടിറോൾ യുദ്ധവിമാനങ്ങളാണ് ഈ മെഗാ പ്രൊജക്ടിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തേക്ക് പറന്നെത്താൻ പോകുന്നത്. ഇതിൽ ചരിത്രം കുറിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ആകെയുള്ള വിമാനങ്ങളിൽ 94 എണ്ണവും പൂർണ്ണമായും നമ്മുടെ സ്വന്തം നാട്ടിൽ വെച്ച് തന്നെ നിർമ്മിക്കപ്പെടുമെന്നതാണ്. പണ്ടൊക്കെ വിദേശ രാജ്യങ്ങളെ നോക്കി കൈനീട്ടി നിന്നിരുന്ന ആ പരിതാപകരമായ അവസ്ഥയ്ക്ക് ഇതിലൂടെ വിരാമമാകുന്നു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഏറ്റവും തിളക്കമുള്ള വിജയഗാഥയായി ഇത് മാറിക്കഴിഞ്ഞു. ടാറ്റ ഗ്രൂപ്പും ലാർസൻ ആൻഡ് ട്യൂബ്രോയും പോലുള്ള ഇന്ത്യയുടെ എക്കാലത്തെയും കരുത്തരായ വ്യവസായ ഭീമന്മാർ ഈ നിർമ്മാണ പ്രക്രിയയിൽ നേരിട്ട് പങ്കാളികളാകുന്നത് നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്കും പ്രതിരോധ വ്യവസായത്തിനും നൽകുന്ന കുതിച്ചുചാട്ടം സമാനതകളില്ലാത്തതാണ്. സാങ്കേതിക വിദ്യയുടെ സമ്പൂർണ്ണ കൈമാറ്റവും തദ്ദേശീയവൽക്കരണവുമാണ് ഫ്രാൻസ് ഇതിലൂടെ നമ്മിലേക്ക് എത്തിക്കുന്നത്. അതായത് വിമാനങ്ങൾ വാങ്ങി ഉപയോഗിക്കുക എന്നതിലുപരി അത് സ്വന്തമായി രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമുള്ള വിദ്യയും നമ്മൾ സ്വന്തമാക്കുകയാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക അസ്ത്ര മിസൈലുകൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഈ റഫേൽ വിമാനങ്ങളിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ ഘടിപ്പിക്കാൻ സാധിക്കുമെന്നത് നമ്മുടെ പ്രതിരോധ ശാസ്ത്രജ്ഞരുടെ ഏറ്റവും വലിയ ചരിത്ര നേട്ടമാണ്. എന്നാൽ ഈ ഒരു സുപ്രധാന ഘട്ടത്തിലേക്ക് രാജ്യം എത്തിച്ചേരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വലിയ രാഷ്ട്രീയ തന്ത്രപരമായ ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ ഒരു മെഗാ കരാറിനായി മുന്നോട്ട് വന്നത്? നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതിർത്തി പ്രദേശങ്ങളിലും ശത്രുക്കളുടെ ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടാകുന്ന കടന്നുകയറ്റങ്ങൾക്കും രഹസ്യ നീക്കങ്ങൾക്കും നൽകുന്ന ഏറ്റവും മാരകമായ മറുപടിയാണിത്. ഞങ്ങളുടെ ആകാശ സീമകളിലേക്ക് ഇനി ആരെങ്കിലും കണ്ണുവെച്ചാൽ ഫലം സർവനാശമായിരിക്കും. ഇത് ശത്രുക്കളെ ബോധ്യപ്പെടുത്തുന്ന കടുത്ത മുന്നറിയിപ്പാണിത്. ശബ്ദത്തേക്കാൾ എത്രയോ മടങ്ങ് വേഗതയിൽ ആകാശത്തിലൂടെ കുതിച്ചുപായുന്ന ഈ അത്യാധുനിക ആയുധങ്ങൾ നമ്മുടെ വ്യോമസേനയിൽ വന്നു ചേരുമ്പോൾ ഏത് വെല്ലുവിളിയെയും നിമിഷ നേരം കൊണ്ട് തകർത്തെറിയാൻ നമ്മൾ സജ്ജമാണെന്ന് ലോകത്തിന് ബോധ്യമാകും. രാപ്പകലില്ലാതെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി രാവും പകലും ഉറക്കമൊഴിഞ്ഞ് പണിയെടുത്ത DRDO ശാസ്ത്രജ്ഞരുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമാണിത്. ഇത് കേവലം കുറച്ച് യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കുന്ന ഒരു സാധാരണ ഇടപാട് മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ നയതന്ത്രപരവും സൈനികവുമായ മേധാവിത്വത്തിൻ്റെ ആഗോള പ്രഖ്യാപനം കൂടിയാണ്. ലോകത്തിലെ വൻ ശക്തികൾ പോലും ഇപ്പോൾ ഭയത്തോടെയും അമ്പരപ്പോടെയും മാത്രം നോക്കിക്കാണുന്ന ഒരു ഉരുക്കുപോലെയുള്ള പ്രതിരോധ നിരയാണ് ഇന്ന് ഭാരതം കെട്ടിപ്പടുത്തിരിക്കുന്നത്. പലപ്പോഴും സമാധാനത്തിൻ്റെ ശാന്തമായ മുഖവുമായി നിലകൊള്ളുമ്പോഴും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും ചെറുതായൊരു പോറലേൽക്കാൻ പോലും നമ്മുടെ സായുധ സേന അനുവദിക്കില്ല. ഫ്രാൻസുമായുള്ള ഈ പുതിയ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കുമായി 200-ലധികം റഫേൽ വിമാനങ്ങളാണ് നമ്മുടെ പ്രതിരോധ നിരയിലേക്ക് അണിനിരക്കാൻ പോകുന്നത്. സാങ്കേതിക വിദ്യയിലും ആയുധ നിർമ്മാണത്തിലും രാജ്യം കൈവരിച്ച ഈ കുതിച്ചുചാട്ടം ശത്രുക്കളുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും പൂർണ്ണമായും തകിടം മറിച്ചിരിക്കുന്നു. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇതൊരു സാധാരണ പ്രതിരോധ കരാറായി തോന്നാമെങ്കിലും ഇതിൻ്റെ പിന്നിൽ പതിറ്റാണ്ടുകളുടെ കഠിനാധ്വാനവും ലക്ഷക്കണക്കിന് ആളുകളുടെ വിയർപ്പുമാണുള്ളത്. ചരിത്രത്തിൻ്റെ ഓരോ ഏടുകളിലൂടെയും കണ്ണോടിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രതിരോധ മേഖലയിൽ രാജ്യം കൈവരിച്ച കുതിച്ചുചാട്ടം ലോകത്തെ വൻകിട രാജ്യങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. റഫേൽ
റഫേൽ പോലുള്ള ലോകോത്തര യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം ഇന്ത്യയിലേക്ക് നേരിട്ട് മാറ്റുന്നതിലൂടെ ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം തികച്ചും നിർണായകമായ ഒരു ശക്തിയായി മാറുന്നു. ഈ വലിയ കരാറുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഓരോ റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിരോധ പദ്ധതി യാതൊരു യാദൃശ്ചികതയുമില്ലാതെ രാജ്യത്തിന്റെ പരമാധികാരം ഉറപ്പാക്കുന്നതിനുള്ള കൃത്യമായ ദീർഘവീക്ഷണത്തോടെയുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് മുന്നോട്ടു പോകുന്നത്. കൂടാതെ ഈ പുതിയ പ്രതിരോധ കരാർ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെയും ശാസ്ത്രീയ മുന്നേറ്റങ്ങളെയും ഏത് വിധത്തിലാണ് സ്വാധീനിക്കുന്നത് എന്ന് നാം ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിലൂടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് വലിയൊരു ഉത്തേജനം നൽകുന്നു. ആഗോളതലത്തിൽ ഇന്ത്യയുടെ ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ യുവജനങ്ങൾക്ക് അത് പുതിയ തൊഴിലവസരങ്ങളും ഗവേഷണ സാധ്യതകളുമാണ് തുറന്നു നൽകുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന ഈ ചരിത്രപരമായ നേട്ടങ്ങൾ വരും തലമുറകൾക്ക് വലിയൊരു പ്രചോദനമായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ സുവർണാവസരത്തിൽ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പ്രധാന സത്യം രാജ്യത്തിന്റെ സുരക്ഷ എന്നത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെയോ സൈന്യത്തിൻ്റെയോ മാത്രം ഉത്തരവാദിത്തമല്ല എന്നതാണ്. അതൊരു സമൂഹത്തിൻ്റെ ആകെ മാനസികാവസ്ഥയാണ്. നമ്മുടെ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ജവാന്മാരുടെ മുഖത്ത് തെളിയുന്ന ആത്മവിശ്വാസത്തിന്റെ തെളിച്ചം കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ പ്രാർത്ഥനയുടെയും പിന്തുണയുടെയും കൂടി ഫലമാണ്. വിദേശ ശക്തികൾ നമ്മെ സംശയത്തോടെയും ആശങ്കയോടെയും നോക്കിക്കാണുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഐക്യവും കരുത്തുമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. വരും കാലങ്ങളിൽ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ഉണ്ടാകാവുന്ന വെല്ലുവിളികളെ നിസ്സാരമായി നേരിടാൻ പാകത്തിലുള്ള ഒരു പ്രതിരോധ കോട്ടയാണ് നമ്മൾ പടുത്തുയർത്തിയിരിക്കുന്നത്. ഈ ചരിത്രപരമായ നീക്കം രാജ്യത്തിന്റെ ഭാവി തലമുറകൾക്ക് വലിയൊരു സുരക്ഷിതത്വ ബോധം സമ്മാനിക്കും. കൂടാതെ രാജ്യത്തിന്റെ നയതന്ത്ര ബന്ധങ്ങളിലും ഈ തീരുമാനമുണ്ടാക്കുന്ന സ്വാധീനം ചെറുതല്ല. ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ ഈ തദ്ദേശീയ നിർമ്മാണശേഷിയെ കൗതുകത്തോടെയാണ് വീക്ഷിക്കുന്നത്. പരമ്പരാഗതമായി ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന ഒരു രാജ്യം പെട്ടെന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ നിർമ്മാണ ഹബ്ബുകളിൽ ഒന്നായി മാറുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കുന്നു. ഫ്രാൻസുമായുള്ള ഈ സഹകരണം വെറുമൊരു കച്ചവട കരാർ എന്നതിലുപരി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ കൂടി തെളിവാണ്. സാങ്കേതിക വിദ്യ പങ്കുവയ്ക്കുന്നതിലൂടെ പരസ്പര വിശ്വാസവും സൗഹൃദവും പുതിയൊരു തലത്തിലേക്ക് ഉയരുന്നു. ഇത് മറ്റ് ആഗോള ശക്തികൾക്കും വ്യക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ഈ വലിയ മാറ്റങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെയും പരോക്ഷമായി സ്വാധീനിക്കുന്നുണ്ട്. രാജ്യത്തിനകത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമ്പോൾ നമ്മുടെ യുവശക്തിക്ക് പുതിയ ദിശാബോധം ലഭിക്കുന്നു. പ്രതിരോധ രംഗത്തെ ഗവേഷണങ്ങൾക്കായി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞർക്കും പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്നു. ബ്രെയിൻ ഡ്രെയിൻ എന്ന പ്രതിഭാസത്തിന് പകരം നമ്മുടെ പ്രതിഭകളെ രാജ്യത്തിന്റെ വികസനത്തിനായി ഉപയോഗിക്കാൻ ഇത്തരം പദ്ധതികൾ സഹായിക്കുന്നു. ഇത്തരത്തിലുള്ള സമഗ്രമായ ഒരു മാറ്റമാണ് ഈ റഫേൽ കരാറിന് പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓരോ വശവും നാം വളരെ അഭിമാനത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഈ അപാരമായ വ്യോമശക്തിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.